കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ പുതിയ ദിവസത്തിന്റെ പുലർകാലം കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകുന്ന ഓരോ പ്രഭാതങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയാം. ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. നാം ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയമാണ്. ദൈവത്തിൻ്റെ വചനം. കഴിഞ്ഞ 8 എപ്പിസോഡുകളായി നമ്മൾ തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് ദൈവവചനം വിശ്വാസയോഗ്യമോ, അതിൻ്റെ 1ാം ഭാഗം. ഇന്ന് നമ്മൾ അതിൻ്റെ 2ാം ഭാഗം, ദൈവവചനം വിശ്വാസയോഗ്യമോ. ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പ്രവചനം 22ാം അധ്യായം 6-7 വാക്യങ്ങൾ. വെളിപ്പാട് 22:6-7 വാക്യങ്ങൾ. പിന്നെ അവിടുന്ന് എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ യഹോവ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. പിന്നെ അവിടുന്ന് എന്നോട്, ഈ പുസ്തകത്തിലെ പ്രവചനം സത്യമാകുന്നു. പിന്നെ അവിടുന്ന് എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യനെ കുഴയ്ക്കുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം നൽകുവാൻ കഴിയുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ ശാസ്ത്രം ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ മനുഷ്യന്റെ സംശയങ്ങളെ ദൂരീകരിക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിന് സാധിക്കും. സമൂഹത്തിന്റെ എല്ലാ തുറകളിലും പെട്ടവരെ വേദപുസ്തകം ഒരുപോലെ സ്വാധീനിക്കുന്നു. മഹാത്മാഗാന്ധിജിയും സരോജിനി നായിഡു, ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ ഈ പുസ്തകം വായിച്ചിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. അവരെയൊക്കെ പുസ്തകം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഗാന്ധി മരിച്ച് അതിന്റെ 3ാം നാൾ സരോജിനി നായിഡു പറഞ്ഞൊരു വാചകമുണ്ട്. അല്ലയോ മഹാത്മാവേ, അങ്ങ് മരിച്ചിട്ട് 3ാം ദിവസമാകുന്നു. യേശുക്രിസ്തു മരിച്ചിട്ട് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അങ്ങ് എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽക്കാത്തത്? നോക്കിക്കേ, വേദപുസ്തകം ഈ മഹദിയുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ തിരുവചനം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വേദപുസ്തകത്തിലൂടെ നമ്മൾ തിരുവചനം വിശ്വാസയോഗ്യമാണെന്നുള്ളതിന്റെ ധാരാളം തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടായി. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചില തെളിവുകൾ ഇത് വിശ്വാസയോഗ്യമാണെന്നതിന് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം, ഇന്ന് ശാസ്ത്രം വളരെ പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ധാരാളം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. അവയിൽ പലതും മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? മനുഷ്യൻ ധാരാളം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് മുമ്പേ അവയെല്ലാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തിരുവചനം വിശ്വാസയോഗ്യമാണെന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഭൂമി അന്തരീക്ഷത്തിലെ ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. ഭൂമി എവിടെങ്കിലും ഏതെങ്കിലും വസ്തുവിന്മേലിൽ അടിച്ചുറപ്പിച്ച് നിർത്തിയേക്കുമല്ല, ഇത് ശൂന്യതയിൽ നിൽക്കുക, അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പൊ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങളുടെ ഫലമാണിത്. എന്നാൽ യോബിന്റെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? യോബിന്റെ പുസ്തകം അതിന്റെ 26-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോബ് 26:7.
അവിടുന്ന് ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. അവിടുന്ന് ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. എവിടെ തൂക്കുന്നു? നാസ്തിത്വത്തിന്മേൽ, ഒന്നുമില്ലായ്മയിൽ. അപ്പൊ ഭൂമി ശൂന്യതയിൽ നിൽക്കുകയാണ്, അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ആകർഷണ നിയമമാണ് ഇപ്രകാരം ഭൂമിയെ നിലനിർത്തുന്നതെന്ന് സർ ഐസക് ന്യൂട്ടൻ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവചനം പറയുന്നു, അവിടുന്ന് ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ദൈവം ഭൂമിയെ ഒന്നുമില്ലായ്മയിൽ നിർത്തിയിരിക്കുന്നു. അപ്പൊ ദൈവവചനം എത്ര വിശ്വാസയോഗ്യമാണ്. അപ്പൊ മനുഷ്യന്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഈ അടുത്ത കാലഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ ആ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഉറവിടം ദൈവത്തിന്റെ വചനമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഈ ഭൂമിയുടെ ആകൃതിയെ പറ്റി ഒരു കാലത്ത് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നായിരുന്നു. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ടോളമി, ഹിപ്പാർക്കസ് തുടങ്ങിയ തത്വജ്ഞാനികളും ജ്യോതിശാസ്ത്രജ്ഞന്മാരൊക്കെ വിശ്വസിച്ചിരുന്നത് എന്താണ്? ഭൂമി പരന്നതാണെന്നാണ്. എന്നാൽ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി സ്വയം കറങ്ങുന്നുവെന്നും ആ കറങ്ങുന്ന കൂട്ടത്തിൽ ഭൂമി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നുവെന്നും അങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്നും 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോപ്പർനിക്കസ് പ്രസ്താവിച്ചു. എന്നാൽ അന്നത്തെ ലോകം അത് അംഗീകരിച്ചില്ല. വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലിയോ കണ്ടുപിടിച്ചു. അന്നത്തെ ശാസ്ത്ര ലോകവും അത് അംഗീകരിച്ചില്ല. വീണ്ടും കാലം കഴിഞ്ഞപ്പോൾ കെപ്ലർ, ഐസക് ന്യൂട്ടൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി സ്വയം കറങ്ങുന്നെന്നും ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നുവെന്നുമുള്ള സത്യം ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. അങ്ങനെ മുഴുവൻ ലോകവും ഇന്നൊരു കാര്യം വിശ്വസിക്കുന്നു, എന്ത്? ഭൂമി ഉരുണ്ടതാണെന്നുള്ള വസ്തുത. ഈ ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനത്തിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 22-ാമത്തെ വാക്യം. യെശയ്യാവ് 40:22. അവിടുന്ന് ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു. ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് ഹി ദാറ്റ് സിറ്റത്ത് അപ്പോൺ ദി സർക്കിൾ ഓഫ് ദി എർത്ത്. അവിടുന്ന് ഭൂമണ്ഡലം എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം എന്താണ്? സർക്കിൾ എന്നാണ്. മൂലഭാഷയിൽ ഗോളാകൃതി ഉള്ളത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഭൂമണ്ഡലത്തിന് എന്താണ്? ഗോളാകൃതിയാണ്. അപ്പൊ ഭൂമിയുടെ ആകൃതി ഉരുണ്ടതാണെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയും. അപ്പൊ ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയുടെ ആകൃതിയെപ്പറ്റി, ഭൂമി അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനെ പറ്റി വേദപുസ്തകം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ വേദപുസ്തകം എത്ര വിശ്വാസയോഗ്യമാണ്. ഇനി കർത്താവ് തന്റെ 2ാം വരവിനോടുള്ള ബന്ധത്തിൽ ഭൂമി ഉരുണ്ടതാണെന്നും ഒരു സമയത്ത് ഭൂമിയുടെ ഒരു വശത്ത് രാത്രിയും ഒരു വശത്ത് പകലുമാണെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എവിടാ പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 34 മുതൽ 36 വരെ. ലൂക്കോസ് 17, 34 മുതൽ 36 വരെ. അവിടെ എന്താ വായിക്കുന്നത്? ആ രാത്രിയിൽ, കർത്താവ് 2ാമത് വരുന്ന രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും. അടുത്ത വാക്യം, 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റൊരുത്തിയെ ഉപേക്ഷിക്കും. 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇവിടെ ഈ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ 2ാം വരവിന്റെ സമയത്ത് 3 അവസ്ഥകളിലുള്ളവരെ ഇവിടെ പറഞ്ഞിരിക്കണം. 1, രാത്രിയിൽ കിടക്കയിൽ ഉറങ്ങുന്നവർ. 1, പകൽ വയലിൽ വേല ചെയ്യുന്നവർ. 2, തിരികലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പൊ കർത്താവ് 2ാമത് വരുമ്പോൾ ചിലർ കിടക്കയിൽ രാത്രിയിൽ ഉറക്കത്തിലായിരിക്കും, ചിലർ പകൽ വയലിൽ വേല ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാം, ഒരേ സമയത്ത് ഭൂഗോളത്തിന്റെ ഒരു വശത്ത് രാത്രിയും ഒരു വശത്ത് പകലുമായിരിക്കും. യേശുക്രിസ്തു 2ാമത് വരുമ്പോൾ 2 പേർ കിടക്കയിൽ ഉറക്കത്തിലായിരിക്കും, 2 പേർ വയൽ വേല ചെയ്തുകൊണ്ട്. ഇപ്പം ഭൂമിയുടെ ഒരു വശത്ത് രാത്രിയും ഒരു വശത്ത് പകലുമാണെന്നുള്ള സത്യം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം വിശുദ്ധ വേദപുസ്തകം എത്ര വിശ്വാസ യോഗ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇനി വീണ്ടും മറ്റൊരു ഉദാഹരണം. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും അതേസമയം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശാസ്ത്ര സത്യത്തെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഭൂമി എന്ത് ചെയ്യുന്നു? സ്വയം അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഇനി തന്നെയല്ല, ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം വലം വയ്ക്കുമ്പോൾ
365 ദിവസം എടുക്കുന്നു, ഒരു വർഷമുണ്ടാകുന്നു. അപ്പൊ ദിവസങ്ങളും വർഷങ്ങളും ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഭൂമിയുടെ പ്രദക്ഷിണമാണ്. ഇത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്, വായിക്കാം. യോബിന്റെ പുസ്തകം 38:14. യോബ് 38:14. അവിടെ എന്താ വായിക്കുന്നത്? ഇറ്റ് ഈസ് ടേൺഡ് as clay to the seal. ഇറ്റ് ഈസ് ടേൺഡ് as clay to the seal എന്ന് പറഞ്ഞാൽ കുശവന്റെ അച്ചിലെ കളിമണ്ണ് പോലെ ഭൂമി കറങ്ങുന്നു. അപ്പൊ കുശവൻ കളിമണ്ണ് കൊണ്ട് അച്ചിൽ വേറെ ഏത് കണ്ടിട്ടുണ്ട് നമുക്കറിയാം, അതിങ്ങനെ കറങ്ങിക്കൊണ്ട് അതുപോലെ ഭൂമി എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് ടേൺഡ് as clay to the seal. കുശവന്റെ അച്ചിലെ കളിമണ്ണ് പോലെ ഭൂമി എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അപ്പൊ വിശുദ്ധ വേദപുസ്തകം എത്ര വിശ്വാസയോഗ്യമാണ്. മറ്റൊരു ഉദാഹരണം, വിശുദ്ധ വേദപുസ്തകം വിശ്വാസയോഗ്യമാണെന്നുള്ള മറ്റൊരു തെളിവ് നമുക്കറിയാം. മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങളെ രാസവിശകലനത്തിന് വിധേയമാക്കിയ ശാസ്ത്രലോകം കണ്ടെത്തിയ ഒരു സത്യമുണ്ട്. എന്താണ്? ഓക്സിജൻ, നൈട്രജൻ, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, ഫോസ്ഫറസ്, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ മനുഷ്യ ശരീരത്തിൽ എന്തുകൊണ്ട്? ഓക്സിജൻ, നൈട്രജൻ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങൾ. എന്നാൽ മണ്ണ് പരിശോധിച്ചാൽ, നിലത്തെ പൊടി പരിശോധിച്ചാൽ ഈ പൊടിയിലും എന്തുണ്ട്? ഈ കാണുന്ന മൂലകങ്ങളുണ്ട്. അതെന്താ എന്റെ കാരണം? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, 32:7 യഹോവയായ ദൈവം നിലത്ത പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ ഈ പൊടിയിൽ കാണുന്ന മൂലകങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിലും കാണും. അതിന്റെ കാരണം എന്താ? ദൈവം തമ്പുരാൻ നിലത്ത പൊടി കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ചത്. പ്രിയമുള്ളവരെ, തിരുവചനം എത്ര വിശ്വാസ യോഗ്യമാണ്. സങ്കീർത്തനങ്ങൾ 103:14 വായിക്കുന്നു, അവിടുന്ന് നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവിടുന്ന് ഓർക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ്? ഇത് പൊടിയാണ്, പൊടിയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഇനി മനുഷ്യന്റെ മരണത്തെ സംബന്ധിച്ച് പറയുമ്പോഴും നമ്മുടെ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സഭാപ്രസംഗി 12:7, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദി ബ്രെത്ത് ഓഫ് ലൈഫ്, ദൈവമൂതിയ ജീവശ്വാസം ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. നമ്മളെ പൊടിയിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ടാണ് ഈ പൊടിയിൽ കാണുന്ന മൂലകങ്ങൾ നമ്മിൽ അടങ്ങിയിരിക്കുന്നത്. തിരുവചനം എത്ര വിശ്വാസയോഗ്യമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആധുനിക മനുഷ്യൻ പല രോഗങ്ങൾക്കും വിധേയനാണ്. ഹൃദ്രോഗം, അതിനോട് ബന്ധപ്പെട്ട രക്തസമ്മർദ്ദം, ഹൃദയസ്തംഭനം മുതലായവ. ഇന്ന് ഓരോ രാജ്യത്തും ഹൃദ്രോഗം മൂലം മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പണ്ട് കാലത്ത് കേൾക്കാത്ത വിധത്തിൽ ഹൃദ്രോഗങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുക. എന്താ ഇതിന്റെ കാരണം? രക്തത്തിൽ വർദ്ധിച്ചു വരുന്ന കൊളസ്ട്രോള്, കൊഴുപ്പ്, പ്രത്യേകിച്ച് മൃഗക്കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന കൊളസ്ട്രോൾ ആണ് ഇതിന്റെ കാരണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ കാൽസ്യം മുതലായ വസ്തുക്കളോട് ചേർന്ന് പ്രവർത്തിച്ച് അതെന്ത് ചെയ്യുന്നു? ഹൃദയ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. അമിതമായ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ശരീരത്തിന് ഇല്ല, ചെറിയ അളവിൽ മതി. ബാക്കിയുള്ള എന്ത് ചെയ്യും? ശരീരം ഡിപ്പോസിറ്റ് ചെയ്യും. നമുക്ക് കാശ് അധികം ഉണ്ടെങ്കിൽ ചിലവിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ ശരീരം ബാക്കി വരുന്ന കൊളസ്ട്രോളിനെ എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ പല ഭാഗത്ത് ഡിപ്പോസിറ്റ് ചെയ്ത് സൂക്ഷിക്കും. അങ്ങനെ ഇത് കാൽസ്യം തുടങ്ങിയ വസ്തുക്കളുമായിട്ട് ചേർന്ന് രക്തക്കുഴലുകളിൽ ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കും. അങ്ങനെ ബ്ലോക്കായിട്ട് മാറും, രക്തം ഹൃദയത്തിലേക്ക് പോകാതെയാകും. ഇന്ന് നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമായിട്ട് ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ പറയും കൊളസ്ട്രോൾ കൂടുതലാണ്, ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് കൊഴുപ്പ് കുറയ്ക്കണം, പ്രത്യേകിച്ച് മൃഗക്കൊഴുപ്പ് കുറയ്ക്കണമെന്ന് പറയും. അപ്പം ഈ അറിവുകളൊന്നും ഒരു കാലത്ത് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട തിരുവചനം, മനുഷ്യൻ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പേ തിരുവചനത്തിൽ ഇതെല്ലാം കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ തിരുവെഴുത്തിൽ ലേവ്യ പുസ്തകം 7-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ 7, 22 മുതൽ 24 വരെ. അവിടെ എന്താ വായിക്കുന്നത്?
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ കാളയുടെയോ മേധസ് നിങ്ങൾ അശേഷം തിന്നരുത്. താനേ ചത്തതിന്റെയും പറിച്ചു കീറിപ്പോയതിന്റെയും മേധസ് മറ്റെന്തിനെങ്കിലും കൊള്ളിക്കാം, തിന്നുക മാത്രമരുത്. വളരെ വ്യക്തമായിട്ട് വചനം എഴുതിയിരിക്കുകയാണ്. എന്ത്? ചെമ്മരിയാട്ടിന്റെയോ കോലാട്ടിന്റെയോ കാളയുടെയോ മേധസ്, കൊഴുപ്പ്, നെയ്യ് നിങ്ങൾ അശേഷം തിന്നരുത്. നമ്മൾ സാധാരണ ഇറച്ചി വാങ്ങിക്കാൻ കടയിൽ പോകുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? കടക്കാരൻ ഇറച്ചിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിക്കും, നെയ്യ് വേണോ? ആ, ഇച്ചിരി ഇട്ടേരെ. അമ്മാമ്മയത് ഉരുക്കി ഉള്ളിയൊക്കെ ചേർത്ത് വഴറ്റി അച്ചായന് കറി വെച്ചു കൊടുക്കും. അധികം താമസിച്ചത് അച്ചായൻ തട്ടിപ്പോവുകയും ചെയ്യും. എന്താ കാരണം? ഈ കൊഴുപ്പെല്ലാം കൂടെ അങ്ങോട്ട് ചെന്നിട്ട് രക്തക്കുഴലുകളിൽ അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പൊ വേദപുസ്തകം പറയുകയാണ്, ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ കാളയുടെയോ മേധസ് നിങ്ങൾ അശേഷം തിന്നരുത്, ഒട്ടും കഴിക്കരുത്. പ്രിയമുള്ളവരെ, ഈ തിരുവചനം ഇതൊക്കെ തിരുവചനം കക്ഷത്ത് വെച്ചോണ്ടാ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പള്ളിയിലൊക്കെ പോയിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞ് വരുന്ന കടത്തി കറച്ചിക്കടയിൽ കയറും. പ്രമാണം കക്ഷത്തിൽ ഇരിപ്പുണ്ട്, അതിന് വിപരീതമായിട്ട് വേണ്ടാത്തതും വാങ്ങിച്ചുകൊണ്ട് പോകും. അശേഷം തിന്നരുത് എന്ന് വചനം പറയും. ഇതൊക്കെ മനുഷ്യനെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്നവനെ ബാധിക്കുന്ന ഹൃദയരോഗങ്ങൾക്കും ഹൃദയസ്തംഭനങ്ങൾക്കും ഒക്കെ എത്രമാത്രം കുറവുണ്ടാകുമായിരുന്നു. ഇത് പല കാരണങ്ങൾ കൊണ്ട് ഹൃദയരോഗവും ഹൃദയസ്തംഭനമൊക്കെ ഉണ്ടാകാം. പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകം നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ്. അപ്പൊ വേദപുസ്തകം എത്ര വിശ്വാസയോഗമാണ്. ഡോക്ടർമാർ പറയുന്നതിന് മുമ്പേ വേദപുസ്തകത്തിൽ ഈ സത്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിശുദ്ധ വേദപുസ്തകം നമ്മെ സത്യത്തിലേക്കും രക്ഷയിലേക്കും നീതിയിലേക്കും, കാരണം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ നിർമ്മാതാവായ നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിനറിയാം ഈ യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിക്കരുതെന്ന്. ഈ വചനം നമ്മൾ വായിച്ച് പഠിച്ച് സത്യത്തിൽ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. വീണ്ടും നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മറ്റൊരു ഉദാഹരണം നോക്കാം. ഇന്ന് മനുഷ്യരെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന മറ്റൊരു മാരക രോഗമാണ് ക്യാൻസർ. ഈ രോഗത്തിന്റെ പ്രധാന കാരണങ്ങളായി വൈദ്യശാസ്ത്രം പറയുന്നതാണ് പുകയില, മദ്യപാനം, അതുപോലെ തന്നെ ആഹാരത്തിന് രുചി കൂട്ടാൻ, നിറം കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന കൃത്രിമ നിറങ്ങൾ. നമ്മൾ ആ കടയിലൊക്കെ നിന്ന് ആഹാരം വാങ്ങിച്ചാൽ നല്ല നിറമാ, നല്ല മണമാ, നല്ല രുചിയാ. ഇപ്പൊ ചില ഹോട്ടലുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് കാരണം എന്താണ്? അവിടുത്തെ ആഹാരത്തിന് നല്ല രുചിയാ. എന്താ കാരണം? അതിനകത്ത് ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുക്കൾ, രുചി കൂട്ടാൻ, സോഡിയം ഗ്ലൂട്ടമേറ്റ്, നിറം കിട്ടാൻ, മണം കിട്ടാൻ ഒക്കെ ചേർക്കുന്ന രാസവസ്തുക്കളാണ് ഇതിനിങ്ങനെ നിറവും മണവും രുചിയൊക്കെ കൊടുക്കുന്നത്. വീട്ടിൽ വെച്ചാൽ അത്രയും രുചി വരുന്നില്ല, അതുകൊണ്ട് ആളുകൾ ഹോട്ടലിലേക്ക് ഓടുക. അപ്പൊ ഇത് മനുഷ്യനെ രോഗിയാക്കി മാറ്റുന്നു. ക്യാൻസർ മുതലായ മാരക രോഗങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. സ്ഥിരമായിട്ട് ഇങ്ങനെ ഹോട്ടലുകളിൽ നിന്നും മറ്റു ആഹാരം കഴിക്കുന്നവർ പെട്ടെന്ന് രോഗികളായിട്ട് മാറുന്നതിന്റെ കാരണം എന്താ? ഇതിനകത്ത് ചേർക്കുന്ന കൃത്രിമ നിറങ്ങൾ, കൃത്രിമ രാസവസ്തുക്കൾ. എന്നാൽ ശാസ്ത്രം ഒരു പുരോഗതിയും പ്രാപിക്കാതിരുന്ന കാലഘട്ടത്തിൽ വേദപുസ്തകം എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നു? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ എന്തു പറയുന്നു? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ നോക്കിയ, ദൈവം വസിക്കേണ്ട മന്ദിരമാണ് നമ്മുടെ ശരീരം. അതിനെ വേണ്ടാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, പുകയില, മദ്യം, ശരീരത്തിന് ഹാനികരമാകുന്ന ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട് നശിപ്പിക്കരുതെന്ന് വചനം പറയുകയാണ്. ഇന്ന് കൂടുതൽ കഴിക്കുന്നതും ഇന്ന് കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുടിയന്മാരും കുടിച്ചുകളുമുള്ള ദേശമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. മന്ദിരത്തെ നശിപ്പിക്കുന്നവർ, കൃത്രിമ ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നവർ ഈ മന്ദിരത്തെ നശിപ്പിക്കുകയാണ്. അങ്ങനെ മാരക രോഗങ്ങളിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തിരുവചനം അത്ര വിശ്വാസയോഗ്യമാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ.
കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 6-19 വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അപ്പൊ നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതിനകത്ത് വേണ്ടാത്ത ആഹാര പദാർത്ഥങ്ങൾ, വേണ്ടാത്ത പാനീയങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? ഇതിനെ അശുദ്ധമാക്കി നാം രോഗികളായിട്ട് മാറരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തിരുവചനം എത്ര വിശ്വാസയോഗ്യമാണ്. വെളിപ്പാട് 22:6-7 എന്താ വായിച്ചത്? പിന്നെ അവിടുന്ന് എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകും. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്നത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് തന്റെ ദൂതനെ അയച്ചു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കൈവശം ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അടച്ചുപൂട്ടി ഭദ്രമാക്കി ഷെൽഫിൽ വെച്ചേക്കാനുള്ളതല്ല, കൂടെ പള്ളി പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇത് തുറന്ന് വായിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ചൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വേദപുസ്തകം വിശ്വാസയോഗ്യമാണ്. ധാരാളം ശാസ്ത്രീയ തെളിവുകൾ നമ്മൾ കാണുകയുണ്ടായല്ലോ. നമ്മുടെ വേദപുസ്തകത്തോടുള്ള സമീപനം എന്താണ്? നാം ഈ വേദപുസ്തകം വായിക്കുന്നവരാണോ? അതോ എല്ലാ രാത്രിയും ഒരു സങ്കീർത്തനം മാത്രം വായിച്ച് പ്രാർത്ഥിച്ച് കിടക്കുന്നവരാണോ? 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകം. അതിലെ ഓരോ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. വചനം പറയുന്ന എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്താൽ നൽകപ്പെട്ട ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ മാർഗദർശിയായിട്ട് മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ രക്ഷയിലേക്കും രക്ഷകനിലേക്കും നയിക്കുന്ന ഗ്രന്ഥമാണ് വേദപുസ്തകം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിപ്പാൻ തീരുമാനമെടുക്കാം. അങ്ങനെ തീരുമാനത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അണികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ വചനം എത്ര വിശ്വാസയോഗ്യമാണ്. അത് തിരിച്ചറിയുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ അവരെ ഒരുക്കണമേ. എല്ലാ അനുഗ്രഹത്താലും പ്രിയ മക്കളെ നിറയ്ക്കണമേ. രോഗത്തിലും ഭാരത്തിലും കടബാധ്യതകളിലും ഞെരുക്കങ്ങളിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സറിയണമേ. കർത്താവിൻ്റെ ആത്മാവ് നല്ല നിലത്തവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനോമോഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാൻ ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവവചനത്തിൽ വളരുവാൻ, സ്വർഗരാജ്യവാസികളായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.